സൂചിപ്പിച്ചതുപോലെ തന്നെ കാരണം ആളുകൾ എന്തുകൊണ്ട് പ്രായഭേദമന്യേ വി എസിനെ കാണാൻ അവിടേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അതിലേറ്റവും ശക്തമായ നിലയിൽ ഒരു നേതൃസ്ഥാനത്ത് നിന്നുകൊണ്ട് വി എസ് നടത്തിയ ഇടപെടലുകൾ തന്നെയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളത്. സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടി വി എസ് നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളുണ്ട്. പരിസ്ഥിതിയെ മുൻനിർത്തി യാന്ത്രിക പരിസ്ഥിതിവാദത്തിനപ്പുറത്ത് നിന്നുകൊണ്ട് കേരളത്തിൻ്റെ പുരോഗമന മുന്നേറ്റങ്ങൾക്ക് വേണ്ടി പരിസ്ഥിതി നിലപാടുകൾ എടുത്ത ആള് വി എസ് എന്ന നിലയിൽ വി എസ് ഉണ്ട്. അഴിമതിക്കെതിരായ പോരാട്ടത്തിൻ്റെ ഭാഗത്ത് വി എസിനെ നമുക്ക് വി എസിൻ്റെതായ രീതിയിൽ വളരെ സവിശേഷമായി കാണാനാകും. രാഷ്ട്രീയമായും നിയമപരമായും പോരാടിയ വി എസിനെ നമുക്ക് അവിടെ കാണാനാകും. അപ്പോൾ ഭാവി കാലത്തേക്ക് വരുന്ന വർഗീയ വിരുദ്ധ സാമ്രാജ്യത്വ വിരുദ്ധ ജനാധിപത്യ സംരക്ഷണത്തിനായി പ്രത്യേകിച്ച് ഭരണഘടനാ സംരക്ഷണം എന്നതൊക്കെ ഏറ്റവും വലിയ അനിവാര്യമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനവും പോരാട്ടവുമായ വരുംകാല സമരങ്ങളുടെ വരും തലമുറകളുടെ ഏറ്റവും ആവേശകരമായ ഒരു പ്രതീകമായി ഓർമ്മയായി ആവേശമായി വി എസ് ഉണ്ടാകും. എങ്ങനെയാണ് വിഷയങ്ങൾ ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുക്കേണ്ടത്, അത് എങ്ങനെയാണ് അതിൻ്റെ ഗൗരവത്തിൽ നിന്നുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, അതെങ്ങനെയാണ് അതിൻ്റെ സമരത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കേണ്ടത് എന്നതുപോലെയുള്ള തലത്തിലാണ് വി എസ് വ്യത്യസ്തനാകുന്നത്. ആ നിലയിൽ വി എസ് അതിശക്തമായ നിലയിലുള്ള തൻ്റേതായിട്ടുള്ള രീതി ഇടപെടലുകൾ ഒക്കെ കാഴ്ചവെച്ച നേതാവ് തന്നെയാണ്. അതിലൂടെയാണ് CPIM എന്ന ഒരു പ്രസ്ഥാനം കേരളത്തിൽ രാഷ്ട്രീയ പ്രസ്ഥാനം കരുത്താർജിച്ചിട്ടുള്ളത്. അങ്ങനെ CPIMനെ കരുത്താർജിച്ച രാഷ്ട്രീയ പ്രസ്ഥാനം ഏറ്റവും കരുത്തുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാക്കി വളർത്തിയെടുത്ത നിലയിൽ വന്നിട്ടുള്ള നേതൃസ്ഥാനീയരിൽ വളരെ പ്രമുഖനായ ആൾ തന്നെയാണ് വി എസ്. ആ നിലയിലാണ് വി എസിൻ്റെ ഇടം. അതുതന്നെയാണ് വരും തലമുറകൾ ഏറ്റെടുക്കുന്ന സമരത്തിൻ്റെ ആവേശകരമായ മാതൃക എന്ന നിലയിൽ തന്നെയാണ് ഈ വന്നു ചേർന്ന ജനസമൂഹമാകെ പ്രായഭേദമന്യേ എല്ലാവരും ഒറ്റ സ്വരത്തിൽ ഒറ്റ ആവേശത്തിൽ ഒരേ ആവേശത്തിൽ ഒരുപോലെ വി എസിന് വേണ്ടി ഈ മുദ്രാവാക്യം മുഴക്കുന്നത് അവരുടെ പ്രിയപ്പെട്ട നേതാവാണ്. പോരാട്ടങ്ങളുടെ ആവേശകരമായ പ്രതീകമായി ആ പാർട്ടിയും ആ പാർട്ടിയുടെ നേതാവുമായി വി എസിനെയും കണ്ട ആളുകളാണ്. അതേസമയം CPIM പ്രവർത്തകർ മാത്രമല്ല, ജനാധിപത്യ വിശ്വാസികൾ ആകെ അവിടേക്ക് എത്തുന്നു. സമൂഹത്തിൻ്റെ നാനാതുറകളിൽ വലിയ തോതിൽ അവരുടേതായ ഇടം പിടിച്ച മനുഷ്യരൊക്കെ ഈ തിരക്കുകൾ ഇടയിലൂടെ അവിടെ എത്തുന്നു. രാഷ്ട്രീയ എതിരാളികളായി വ്യത്യസ്ത രാഷ്ട്രീയ ചേരികളിൽ നിന്നവർ ആ നേതാവിനെ വി എസിനെ ആദരിച്ചുകൊണ്ട് തന്നെ അവിടേക്ക് എത്തുന്നത് നമ്മൾ കണ്ടു. അതിലേറ്റവും വലിയ കാഴ്ചയായിരുന്നു അല്പം മുമ്പ് വന്ന ശ്രീ AK ആൻ്റണി, കോൺഗ്രസിൻ്റെ രാജ്യത്തെ തന്നെ തലമുതിർന്ന നേതാവ്. അദ്ദേഹം ഈ തിരക്കുകൾക്കിടയിലൂടെ അല്പം മുമ്പ് അവിടെ വന്ന് വി എസിന് അന്ത്യാഞ്ജലി അർപ്പിച്ച് മടങ്ങുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ അങ്ങനെ എല്ലാവരും നാടിൻ്റെ നാനാഭാഗത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ആ ജനക്കൂട്ടത്തെയാകെ നമ്മൾക്ക് നാളെ ദർബാർ ഹാളിൽ കാണാം. അതുപോലെ തുടർന്നങ്ങോട്ടുള്ള വി എസിൻ്റെ ആലപ്പുഴയിലേക്കുള്ള യാത്രയിൽ പാതയോരങ്ങളിൽ നമ്മൾക്ക് കാണാം വി എസിനെ അവസാനമായി കാണുക. ഈ ആളുകളെയൊക്കെ ത്രസിപ്പിക്കും വിധം ജനകീയ രാഷ്ട്രീയ വിഷയങ്ങളെ ആവേശകരമായി അവരിലേക്ക് എത്തിച്ച അവരുടെ പ്രിയ നേതാവാണ് ഇന്ന് നിശബ്ദനായി അന്ത്യയാത്രയിലേക്ക് നീങ്ങുന്നത്. ഓരോ ഘട്ടവും ഓരോന്ന് ഇപ്പോൾ നേരത്തെ നിർഭൻ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ AKG പഠന ഗവേഷണ കേന്ദ്രം എന്ന AKG സെൻറ്റർ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഈ 8.5 പതിറ്റാണ്ടിൻ്റെ ദീർഘമായ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ മുഖ്യ കേന്ദ്രമായിരുന്നു എന്ന് ഓർക്കേണ്ടതുണ്ട്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ എന്ന നിലയിൽ, പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗം എന്ന നിലയിൽ, പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം എന്ന നിലയിൽ ഒക്കെ ഈ കാലയളവിലാകെ അദ്ദേഹം പ്രവർത്തിച്ചത് ഈ AKG സെൻറ്റർ, AKG പഠന ഗവേഷണ കേന്ദ്രത്തെ അവിടം കേന്ദ്രീകരിച്ചായിരുന്നു എന്നുള്ളത് പ്രത്യേകം. അവിടേക്കാണ് ഇന്നിപ്പോൾ വി എസ് അവസാനമായി എത്തിയിരിക്കുന്നത്. ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം അവിടെ നിന്നും അദ്ദേഹം ഇറങ്ങുകയാണ്. അവിടെ നിന്ന് തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് പോവുകയാണ്. അതിനുശേഷമാണ് നാളെ ദർബാർ ഹാളിലേക്ക് കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ദർബാർ ഹാളിലെ പൊതുദർശനം. അവിടേക്ക് എല്ലാവർക്കും മണിക്കൂറുകൾ അവിടെ നിശ്ചയിച്ചിട്ടുണ്ട്. അവിടെ പൊതുദർശനം അത് തീരുന്നതിനനുസരിച്ച് അവിടെ നിന്ന് ആലപ്പുഴയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ മടക്കം. ഐതിഹാസികമായ പുന്നപ്ര വയലാറിൻ്റെ മണ്ണിൽ പുന്നപ്ര വയലാർ ധീര രക്തസാക്ഷികൾക്കൊപ്പമാണ് വി എസിൻ്റെയും അന്ത്യവിശ്രമം. വലിയ ചുടുകാട്ടിൽ വി എസിന് അന്ത്യവിശ്രമം ഒരുക്കുന്നത് വലിയ ചുടുകാട്ടിലാണ്. ഗൗരിയമ്മ അടക്കം ഒരുപാട് നേതാക്കൾ അവിടെയാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. അവിടെയാണ് PK ചന്ദ്രാനന്ദൻ അടക്കം ഒട്ടേറെ നേതാക്കൾ അവിടെയാണുള്ളത്. അവിടെ വി എസിന് അന്ത്യവിശ്രമം ഒരുക്കും. ആലപ്പുഴയിലെത്തുമ്പോൾ അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ ആലപ്പുഴയിലെ പറവൂരിലെ വീട്ടിലേക്ക്, വേലിക്കകത്ത് വീട്ടിലേക്ക്, അവിടെ നിന്ന് തിരുവമ്പാടിയിലെ ആലപ്പുഴ നഗരത്തോട് ചേർന്നുള്ള, ആലപ്പുഴ പട്ടണത്തോട് ചേർന്നുള്ള തിരുവമ്പാടിയിലെ പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസ്, അത് P കൃഷ്ണപിള്ളയുടെ സ്മരണ നിലനിർത്തുന്ന ജില്ലാ കമ്മിറ്റി ഓഫീസാണ്. P കൃഷ്ണപിള്ളയാണ്, സഖാവ് P കൃഷ്ണപിള്ളയാണ് വി എസിലെ പോരാളിയെ മൂർച്ചയോടെ കേരളത്തിൻ്റെ
കേരളത്തിൻ്റെ ഈ ആധുനിക കേരളത്തിന് മുൻപാകെ എത്തിച്ചത് എന്നതുകൂടി ഓർക്കേണ്ടതുണ്ട്. സഖാവിൻ്റെ നിർദ്ദേശാനുസരണമാണ് കുട്ടനാട്ടിൽ കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ, അതുപോലെ കയർ തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ ആലപ്പുഴയുടെ അമ്പലപ്പുഴ താലൂക്കിൻ്റെയും ചേർത്തല താലൂക്കിൻ്റെയും ചുരിമണലിലും അതുപോലെ തന്നെ പാടവരമ്പിലും ചേറിലും പാടവരമ്പിലും കർഷക തൊഴിലാളിയെ സംഘടിപ്പിച്ചുമൊക്കെ ആ ജീവിതം യഥാർത്ഥത്തിൽ ആരംഭിക്കുന്ന പോരാട്ട ജീവിതം ആരംഭിക്കുന്നത് അവിടെ നിന്നാണ്. ആ പോരാട്ടം കേരളമാകെ പടർന്നു കേരളത്തിലെ CPM-നെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമാക്കി മാറ്റും വിധത്തിലേക്ക് പ്രവർത്തിച്ച തലയെടുപ്പുള്ള നേതാക്കളുടെ പട്ടികയിലാണ്, ആ നിരയിലാണ് VS-ഉം നിൽക്കുന്നത്. EMS-ഉം AKG-യും ഒക്കെ അടങ്ങുന്ന ആ നിരയിലാണ് VS-ൻ്റെയും സ്ഥാനം. അതുതന്നെയാണ് നമ്മളെ ഈ അവസാന നിമിഷം അദ്ദേഹത്തിൻ്റെ ഈ അവസാന യാത്രയിലും നമ്മൾ കാണുന്നത്, നമ്മളെ ബോധ്യപ്പെടുത്തുന്നതും അതുതന്നെയാണ്. ആവേശകരമായ നിലയിൽ പ്രവർത്തകരൊക്കെയും CPM പ്രവർത്തകരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരും ജനാധിപത്യ വിശ്വാസികളുമൊക്കെ അതുപോലെ തന്നെ അദ്ദേഹത്തിലെ പ്രതിപക്ഷ നേതാവിനെയും മുഖ്യമന്ത്രിയെയും ഒക്കെ കണ്ടിട്ടുള്ള തലസ്ഥാന നഗരിയിലെ പൗരാവലിയും ഒക്കെ അവിടെ ഉണ്ട് എന്നതുകൂടിയാണ് കാണുന്നത്. ഇപ്പോൾ ശ്രീ KV സുധാകരൻ മാധ്യമപ്രവർത്തകൻ, അദ്ദേഹം നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട്. മുമ്പ് നമ്മൾ സംസാരിച്ചതാണ്. അദ്ദേഹം VS-ഉമായി ഏറെ അടുപ്പമുള്ള മാധ്യമപ്രവർത്തകനാണ്. ഔദ്യോഗികമായി തന്നെ VS-ൻ്റെ പ്രസ് സെക്രട്ടറി എന്ന നിലയിൽ പ്രവർത്തിച്ച ആണ്. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രകാരനാണ്. സംസ്ഥാനത്തിൻ്റെ മുൻ വിവരാവകാശ കമ്മീഷണറാണ്. ഞാൻ നേരത്തെ അത് പ്രേക്ഷകരോട് സൂചിപ്പിച്ചിരുന്നു. അദ്ദേഹം നേരിട്ട് നമ്മൾക്കൊപ്പം സ്റ്റുഡിയോയിൽ കൂടിയുണ്ട് എന്നതുകൊണ്ടുകൂടിയാണ് ഞാനത് പറയുന്നത്. ഞാൻ ഈ പറഞ്ഞ വിധം AKG പഠന ഗവേഷണ കേന്ദ്രം ഇന്ന് നമ്മളിപ്പോൾ വിളിക്കുന്ന പഴയ AKG സെൻറ്റർ, അത് VS-നെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ ഭാഗമായ ഇടമാണ്. അവിടേക്കാണ് അവസാനമായി ശ്രീ KV സുധാകരൻ VS എത്തിയിട്ടുള്ളത്. അവിടേക്ക് പിണറായിയും MA ബേബിയും ഗോവിന്ദൻ മാസ്റ്ററും വിജയരാഘവനും മറ്റ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും ഒക്കെ ചേർന്ന് ചെങ്കൊടി പുതപ്പിക്കുന്നു. ഇപ്പോൾ പ്രവർത്തകരാകെ അവിടേക്ക് ആവേശഭരിതരായി മുദ്രാവാക്യം വിളിച്ച് അന്ത്യാഭിവാദ്യം നേരുന്ന ആ ഒരു കാഴ്ച, അത് VS-ൻ്റെ ഈ ദീർഘമായ ജീവിതത്തിൻ്റെ എല്ലാ അടരുകളിൽ നിന്ന് അദ്ദേഹത്തെ മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തി എന്ന നിലയിൽ എങ്ങനെയാണ് അദ്ദേഹത്തെ അത്രമേൽ ആദരവോടെ ആവേശത്തോടെ തന്നെ ആളുകൾ ഏറ്റെടുക്കുകയാണോ നമ്മൾ ഈ കാണുന്ന കാഴ്ചകൾ? സഖാവ് VS നമ്മുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു അസാധാരണമായ വ്യക്തിത്വത്തിനുടമയാണ്. അതെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അദ്ദേഹം വളരെ ചെറുപ്പം തൊട്ടേ തന്നെ ഒരു പോരാട്ട ജീവിതം നയിച്ച ആളായിരുന്നു. അദ്ദേഹം 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് അദ്ദേഹം ജാതി വിവേചനം നേരിട്ടതിൻ്റെ പേരിൽ ആ സംഭവത്തിന് കാരണക്കാരനായ വിദ്യാർത്ഥികളെ സ്വന്തം അരയിൽ കെട്ടിയിരുന്ന അരഞ്ഞാണ മൂരി അടിച്ചുകൊണ്ട് നിശബ്ദനാക്കിക്കൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ തുടക്കം. അങ്ങനെ അനീതികളോടും സാമൂഹ്യമായ ഇത്തരം എല്ലാത്തരം കാലുഷ്യങ്ങളോടും പൊരുതാനുള്ളൊരു വാസന അദ്ദേഹത്തിന് ചെറുപ്പം തൊട്ടേ അദ്ദേഹത്തിൻ്റെ ഒരു രക്തത്തിൽ അലിഞ്ഞതായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അദ്ദേഹത്തിന് 7-ാം ക്ലാസ് വരെ മാത്രമേ ഔപചാരിക വിദ്യാഭ്യാസം നേടാൻ കഴിഞ്ഞിരുന്നുള്ളൂ. പക്ഷേ 7-ാം ക്ലാസ്സിൽ പഠനം അവസാനിപ്പിക്കേണ്ടി വന്നു. പിന്നെ തൊഴിലാളിയായി പോയി. കയർ ഫാക്ടറി തൊഴിലാളിയായിരിക്കുന്ന ഘട്ടത്തിലാണ് സഖാവ് P. കൃഷ്ണപിള്ള സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അവിടെ വരുമ്പോൾ VS-നെ കണ്ടുമുട്ടുന്നതും VS-ന് 18 വയസ്സ് പ്രായമാകുന്നതിന് മുമ്പ് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗത്വം കൊടുക്കുകയും VS-ലെ പോരാളിയെ തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് P. കൃഷ്ണപിള്ള അദ്ദേഹത്തോട് കുട്ടനാട്ടിലേക്ക് പോകാൻ നിർദ്ദേശിക്കുന്നത്. കുട്ടനാട്ടിലേക്ക് പോകുന്നത് കുട്ടനാട്ടിലെ പാവപ്പെട്ട കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. 1940-കളിലെ കുട്ടനാടിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇന്ന് കാണുന്ന പോലുള്ള കുട്ടനാടല്ല. എല്ലായിടത്തും കായലും പാടങ്ങളും തോടുകളും ചതുപ്പുകളും ജലാശയങ്ങളും നിറഞ്ഞ പ്രദേശമാണ്. റോഡുകളില്ല. മണിക്കൂറുകൾ നടന്നാൽ മാത്രമേ അവിടെ ഏതെങ്കിലും പ്രദേശത്ത് ചെന്നെത്താൻ കഴിയും. അവിടെ പോയിട്ട് ഈ ജാതിയുടെയും കൂലിയുടെയും പേരിൽ അടിമത്ത സമാനമായ ജീവിതം അനുഭവിക്കുന്ന പാവപ്പെട്ട കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കുക എന്ന ഏറെ ക്ലേശകരമായ ഒരു ദൗത്യമാണ് സഖാവ് P. കൃഷ്ണപിള്ള VS-നെ ഏൽപ്പിച്ചത്. അന്ന് VS കുട്ടനാട്ടിലേക്ക് പോകുമ്പോൾ 1940-കളുടെ ആദ്യമാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് 20 വയസ്സ് പോലും പ്രായമായിട്ടില്ല. അദ്ദേഹം കുട്ടനാട്ടിലേക്ക് പോകുന്നത് ഉടുത്തിരുന്ന ഒരു മുണ്ടും ഷർട്ടും ഒരു തോർത്തും മാത്രമായിട്ടാണ്. കയ്യിൽ പണമൊന്നുമില്ല. നടന്ന് ആദ്യം അദ്ദേഹം പള്ളാത്തുരുത്തിയിൽ പോകുന്നു. പള്ളാത്തുരുത്തിയിൽ ഒരു വീട്ടിൽ
താമസിക്കുന്നു. അതിനുശേഷം വീണ്ടും നടന്നും പാടങ്ങൾ നീന്തിയും തോടുകൾ കടന്നുമെല്ലാം അവസാനം അദ്ദേഹം കാവാലം ചെറുകര എന്ന് പറയുന്ന പ്രദേശത്ത് ചെല്ലുന്നു. അവിടെ ഇരുന്നു കൊണ്ടാണ് അദ്ദേഹം ഈ കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തിയത്. അവിടെ ഒരു നാരായണൻ എന്നു പേരായ ഒരാൾ അദ്ദേഹത്തിന് താമസിക്കാനൊരു സൗകര്യം കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ നാരായണന് VS പോലുള്ളൊരു യുവാവിനെ തീറ്റിപ്പോറ്റാനുള്ള ഒരു സൗകര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ചെയ്തിരുന്നത് VS ഈ നാരായണൻ്റെ വീട്ടിൽ താമസിച്ചിട്ട് എല്ലാ ദിവസവും അടുത്തുള്ള അമ്പലക്കുളത്തിൽ പോയി കുളിക്കുന്നതിന് മുമ്പ് താൻ ധരിച്ചിരിക്കുന്ന ജുബ്ബയും മുണ്ടും അഴിച്ച് അലക്കി ഉണക്കാനിടും. എന്നിട്ട്